ഹായ് എവരി വൺ, I+ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തെർമോഡൈനാമിക്സിൽ ആദ്യം ചോദിക്കുന്നത് പ്രോപ്പർട്ടീസിനെ പറ്റിയൊക്കെ ഉള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം? സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് ഇതിനുമായിട്ട് സിസ്റ്റവുമായിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 3 കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സ് ഉള്ളത്. സിസ്റ്റം, സറൗണ്ടിങ്സ് ആൻഡ് ബൗണ്ടറി, അല്ലേ? സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ്സ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ബൗണ്ടറി ഉണ്ട്. അപ്പം എനിത്തിങ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ, അതിനെയാണ് നമ്മൾ പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചാണോ നമ്മൾ പഠന വിധേയമാക്കുന്നത് അതിനെല്ലാം നമ്മൾ എന്ത് പറയാം? സിസ്റ്റമാണ്. എനിത്തിങ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. അതിന് പുറത്തുള്ള എല്ലാ ഭാഗങ്ങളെയും നമ്മൾ എന്ത് പറയാം? സറൗണ്ടിങ്സ് ആണ്, അല്ലെ? സിസ്റ്റം കഴിഞ്ഞാൽ പുറത്തുള്ള എല്ലാം നമുക്ക് എന്ത് പറയാം? സറൗണ്ടിങ്സ് ആണ്. ഈ സിസ്റ്റത്തെയും സറൗണ്ടിങ്സിനെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഇന്റർഫേസ് ചെയ്യുന്ന ഒരു ഭാഗം, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ബൗണ്ടറി. ഇതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഒരു അറേഞ്ച്മെന്റ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം? ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്ന്. ഹീറ്റ്, വർക്ക്, ടെമ്പറേച്ചർ, ഫ്ലോ എനർജി. ഹീറ്റ് ആണോ, വർക്കാണോ, ടെമ്പറേച്ചർ ആണോ, ഫ്ലോ എനർജിയാണോ? അപ്പം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് പോയിന്റ് സിസ്റ്റമായിട്ട് മാറണം. പ്രോപ്പർട്ടി അതായത് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ്. ഇനിഷ്യൽ സ്റ്റേറ്റും കാണും, ഒരു ഫൈനൽ സ്റ്റേറ്റും കാണും. ഇൻ ബിറ്റ്വീൻ എന്താണെന്ന് നമുക്കറിയില്ല. ഇൻ ബിറ്റ്വീൻ എന്ത് നടക്കുന്നു നമുക്കറിയില്ല. ഒരു ഇനിഷ്യൽ സ്റ്റേറ്റും കാണും. ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 1 bar to 4 bar. പ്രഷർ ഇൻക്രീസ് ചെയ്തു. 1 ബാറിൽ ഇരുന്ന പ്രഷർ എത്രയായി? 4 bar. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സോ അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ പോയിന്റ് ഫംഗ്ഷൻസ് എന്നാണ് പറയുന്നത്. പോയിന്റ് ഫംഗ്ഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് മൊത്തം ഏരിയ കവർ ചെയ്യും. ഹീറ്റ്, വർക്ക്, ഇതൊക്കെ പാത്ത് ഫംഗ്ഷൻ ആണ്. മൊത്തം ഏരിയ അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിന് ഇനിഷ്യലും ഫൈനൽ സ്റ്റേറ്റ് ഒന്നുമില്ല. ത്രൂ ഔട്ട് അത് പോകുന്ന അത്രയും ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. അത് പാത്ത് ഫംഗ്ഷനാണ്. അതിൻ്റെ പാത്ത് മുഴുക്ക് നമ്മൾ കവർ ചെയ്യണം. സോ സിസ്റ്റം, സറൗണ്ടിങ്സ്, ബൗണ്ടറിയാണ്. അപ്പോൾ എനിത്തിങ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റമാണെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഏത് പ്രോപ്പർട്ടിയാണ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഒരിക്കലും ഫ്ലോ എനർജി അല്ല, വർക്കല്ല, ഹീറ്റ് അല്ല. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഉണ്ട്. ഇപ്പോൾ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇതൊക്കെ എന്താണ്? പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം? നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ. 2, സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. 4 പ്രധാനപ്പെട്ട ലോസ് ആണ് തെർമോഡൈനാമിക്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അടുത്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ലാസ്റ്റ് വൺ ഈസ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പം സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹെൽപ്പ് ടു ഡിഫൈൻ വാട്ട്? എന്തിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും സിറോത്ത് ലോ? വർക്ക്, ഹീറ്റ്, ടെമ്പറേച്ചർ, പ്രഷർ. നമ്മൾ നമ്മുടെ തെർമോമീറ്ററിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തെർമോമീറ്റർ അറ്റ്മോസ്ഫിയറിലാണ് വെക്കുന്നതെങ്കിൽ ഏകദേശം 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെ? ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് ആ തെർമോമീറ്റർ എന്ത് ചെയ്യും? റീഡ് ചെയ്യും. അതായത് തെർമോമീറ്റർ നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് വരികയാണ്. അറ്റൈൻസ് എ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അവർ ബോഡി. നമ്മുടെ ബോഡിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരികയാണ് തെർമോമീറ്റർ. അപ്പം സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇഫ് 2 ബോഡീസ് എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ, ഈ 2 ബോഡീസും എയും ബിയും തെർമൽ ഇക്വിലിബ്രിയം ആണ് എങ്കിൽ the third body C is also a thermal equilibrium with the 2 bodies. അപ്പം when 2 bodies A and B are in thermal equilibrium with each other, 2 ബോഡികൾ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ, with each other ആണെങ്കിൽ, the third body also in thermal equilibrium with A and B. തേർഡ് ബോഡി സിയും ആരുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരും? എയും ബിയും എന്ന് പറയുന്ന മറ്റു 2 ബോഡിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് എന്ത് ചെയ്യും? എത്തും. അതാണ് ആര് പറയുന്നത്? സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പം എന്തിനെയായിരിക്കും അത് ബന്ധപ്പെടുന്നത്? ടെമ്പറേച്ചറാണ്. സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹെൽപ്പ് ടു ഡിഫൈൻ വാട്ട്? ടെമ്പറേച്ചർ. അവിടെ ടെമ്പറേച്ചർ അതുവഴിയാണ് തെർമോമീറ്റർ എന്നുള്ളൊരു ആശയം വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ടെമ്പറേച്ചർ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് റിവേഴ്സിബിൾ? ഈ നടക്കുന്ന റിവേഴ്സിബിൾ പ്രോസസ് ഏതാണ്? റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പോയ അതേ പാത്തിലൂടെ തിരിച്ചു വന്നാൽ ആ പ്രോസസ് എന്തായി? റിവേഴ്സിബിൾ ആണ്.
എന്നാൽ പോയ പാത്തിലൂടെ തിരിച്ചു വന്നില്ല, അതേ പാത്തിലൂടെ അല്ല തിരിച്ചു വരുന്നെങ്കിൽ അതെന്തായി? ഇറിവേഴ്സിബിൾ ആണ്. നമ്മളുടെ ഈ കൂടുതൽ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണ്. നേച്ചറിലുള്ള എല്ലാ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണ്. കാരണം എന്താ? ഫ്രിക്ഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇറിവേഴ്സിബിലിറ്റി എപ്പോഴും ഫീൽ ചെയ്യും. സോ ഈ പറയുന്നതിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ഏതാണ്? ഫ്രിക്ഷണൽ പ്രോസസ്സ്. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും റിവേഴ്സിബിൾ അല്ല, അത് ഇറിവേഴ്സിബിൾ ആണ്. സഡൻ കംപ്രഷൻ, പെട്ടെന്നുണ്ടാകുന്ന കംപ്രഷൻ. ഫ്രീ എക്സ്പാൻഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. അപ്പം ഇതിനകത്ത് ഏതായിരിക്കും? ഫ്രീ എക്സ്പാൻഷൻ ആണോ, സഡൻ കംപ്രഷൻ ആണോ, ഫ്രിക്ഷണൽ പ്രോസസ് ആണോ, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണോ? എപ്പോഴും ഓർക്കുക, ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിലും സഡൻ കംപ്രഷൻ ആണെങ്കിലും ഫ്രിക്ഷണൽ പ്രോസസ് ആണെങ്കിലും അവിടെ പ്രോസസ്സുകൾ എന്തായിരിക്കും? റിവേഴ്സിബിലിറ്റി ഫീൽ ചെയ്യും. അപ്പം ഐസോതെർമൽ എക്സ്പാൻഷൻ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിക്കൊണ്ടുള്ള എക്സ്പാൻഷൻ, ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. കാരണം ചെറിയ രീതിയിലെങ്കിലും ഒരു ഫ്രിക്ഷണൽ ഫാക്ടർ വന്നാൽ അതൊരിക്കലും എന്തല്ല? റിവേഴ്സിബിൾ അല്ല, അത് ഇറിവേഴ്സിബിൾ ആയിരിക്കും. The internal energy of an ideal gas depends on what? The internal energy of an ideal gas depends on what? Internal energy. ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ആ ബോഡിക്കകത്തുള്ള എനർജിയാണെന്ത്? ഇന്റേണൽ എനർജി, സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇന്റേണലി. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോളിയത്തെയാണോ, പ്രഷറിനെ ആണോ, ടെമ്പറേച്ചർ ആണോ, ഓൾ ഓഫ് ദ എബോ? ഇതിലേതാണെന്ന് ചോദിക്കുന്നത്. ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും ടെമ്പറേച്ചറിനെ ആയിരിക്കും. നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ആ ബോഡിക്ക്, ഇപ്പം ഞാൻ ഹീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ആ ബോഡിക്കകത്തുള്ള ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? മോളിക്യൂൾസിന് കൂടുതൽ എനർജി കിട്ടും. മോളിക്യൂൾസ് കൂടുതലായിട്ട് റാൻഡം മൂവ്മെന്റിലേക്ക് വരും, അല്ലേ? അപ്പോൾ അവിടെ ഡിസോർഡർ ഉണ്ടാവും. ആ മോളിക്യൂളിന് ഡിസോർഡർ കൂടുതലായിട്ടുണ്ടാവും, അതിന് കൈനറ്റിക് എനർജി കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇന്റേണൽ എനർജി, അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ത് ചെയ്യും? കൂടുകയാണ്. കുറയുമ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. സോ ദി ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ് ഓൺ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, ഓൾ ഓഫ് ദിസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ടെമ്പറേച്ചർ. ഇത് നമ്മൾ പറഞ്ഞാണ് സിറോത്ത് ലോ. ഒരു ബോഡി തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നു, അല്ലെങ്കിൽ തെർമോമീറ്റർ എന്നുള്ളൊരു ആശയം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ആൾവേസ് ഐസൊലേറ്റഡ്. ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ എനർജി എപ്പോഴും ഐസൊലേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ടോട്ടൽ എനർജി ഈസ് ആൾവേസ് വാട്ട്? കോൺസ്റ്റന്റ്, കൺസർവ്ഡ് ആണ്. ടോട്ടൽ എനർജി എപ്പോഴും കൺസർവ്ഡ് ആണെന്ന് നമുക്ക് പറയാം. അത് ഏത് ലോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സീറോത്ത് ആണോ, ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ ആണോ? കറക്റ്റ് ആൻസർ ഈസ് ഏതായിരിക്കും? ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോ. സെറോത്ത് ലോ നമ്മൾ പറഞ്ഞാണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇതാണ്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. എന്തായിരിക്കും സെക്കൻഡ് ലോ പറയുന്നത്? സെക്കൻഡ് ലോ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഒരു എൻജിൻ ഒരു എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു സോഴ്സും കാണണം, സിങ്കും കാണണം. ഒരു സോഴ്സ് കാണണം, സിങ്ക് കാണണം. അപ്പം മൊത്തം ഹീറ്റിനെ നമുക്ക് വർക്കാക്കി മാറ്റാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം ഇപ്പം നമ്മൾ ഒരു ഹീറ്റ് കൊടുത്തു, ആ ഹീറ്റിനെ മൊത്തത്തിൽ നമുക്ക് വർക്കാക്കി മാറ്റാൻ കഴിയില്ല. കുറച്ച് കൂടുതൽ പോർഷൻസ് ഓഫ് എനർജി എന്തായിട്ട് പോകും? വേസ്റ്റ് ആയിട്ട് പോകും. ആ വേസ്റ്റ് എനർജി എവിടോട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? സിങ്കിലേക്കാണ്. അപ്പോൾ ഒരു സോഴ്സ് എന്ന് പറയുന്ന റിസർവെയർ വേണം, സിങ്ക് എന്ന് പറയുന്ന റിസർവെയർ വേണം. അവിടെ വർക്ക് കിട്ടുന്നു. 100% ഹീറ്റിനെ നമുക്ക് വർക്കാക്കി മാറ്റാൻ കഴിയില്ല, അല്ലേ? ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? ഇത് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതുപോലെ തന്നെയാണ്. അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് വരുന്നു, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു ഹീറ്റ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറയുന്നത്. അതായത് ഒരു ഹീറ്റ് എഞ്ചിൻ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹീറ്റ് എടുക്കുന്നു, അല്ലേ? ഇതാണ് നമ്മുടെ എഞ്ചിനെങ്കിൽ ഒരു സോഴ്സ് കാണും, ഒരു സിങ്ക് കാണും. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ ഒരു ക്യൂ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നു, Q1 എമൗണ്ട് ഓഫ് എനർജി. ഈ Q1നെയും എന്താക്കി മാറ്റാൻ പറ്റത്തില്ല? വർക്കാക്കി മാറ്റാൻ പറ്റത്തില്ല. കുറച്ച് പോർഷൻസ് എന്തായിട്ട് കളയണം?
Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, Q1 മൈനസ് Q2 മാത്രമേ കാണൂ. ഇതാണ് ആര് പറയുന്നത്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഇത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, സെക്കൻഡ് ലോ. അതേപോലെ സെക്കൻഡ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹീറ്റ് എപ്പോഴും ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ തിരിച്ച് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ ആവശ്യമുണ്ട്, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ എന്ത് വേണം, സഹായം ആവശ്യമാണ്. ഇതാണ് ഏത് സ്റ്റേറ്റ്മെന്റ്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് ലോ ടെമ്പറേച്ചറിലേക്ക് പോകും. ഞാനിപ്പം ഒരു ചൂടുള്ള പാത്രത്തിൽ പിടിച്ചാൽ സ്വാഭാവികമായിട്ട് എനിക്ക് പൊള്ളലേക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടായിരിക്കാം, ആ ഹൈ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് ആ ഹീറ്റ് കയറിയത് കൊണ്ടാണ്. സോ അത് ആരും പറയാതെ തന്നെ കയറും, ആരുടെയും സഹായം ആവശ്യമില്ല. എന്നാൽ തിരിച്ച് ഞാൻ കോൾഡ് ബോഡിയാണ്, എൻ്റെ ഹീറ്റ് തന്നെ ഒരു ഹോട്ട് ബോഡിയിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ എന്താവശ്യമാണ്, സഹായം ആവശ്യമാണ്. അതാണ് ഏത് പറയുന്ന ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് സെക്കൻഡ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത തേർഡ് ലോ എന്ന് പറയുന്നത് എൻട്രോപ്പിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അറ്റ് അബ്സൊല്യൂട്ട് സീറോ എൻട്രോപ്പി സീറോ അറ്റ് അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എൻട്രോപ്പി സീറോ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഏത് പറയുന്നത്, തേർഡ് ലോ പറയുന്നത്. ഇത് ഇത്രയുമാണ് 4 ഡിഫറെൻറ്റ് ലോ അസോസിയേറ്റ് വിത്ത് തെർമോഡൈനാമിക്സ്. അപ്പം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി ഈസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് വിച്ച് ലോ? ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിറോത്ത് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. സിറോത്ത് ലോ അല്ല, ഫസ്റ്റ് ലോ അല്ല, ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? സെക്കൻഡ് ലോ ആണ് ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി. ദെൻ എൻട്രോപ്പി ഈസ് മെഷർ ഓഫ്, എൻട്രോപ്പി എന്തിൻ്റെ മെഷറാണ്? എനർജി ആണോ, പ്രഷറാണോ, ഇറിവേഴ്സിബിലിറ്റി ആണോ, വോളിയം ആണോ? എൻട്രോപ്പി എന്ന് പറയുന്നത് മെഷർ ഓഫ് ഡിസോർഡർ ഇൻ എ സിസ്റ്റം, ഒരു റാൻഡംനെസ് ഇൻ എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിലുള്ള ഡിസോർഡർ അല്ലെങ്കിൽ സിസ്റ്റത്തിലെ റാൻഡംനെസ്, ഇതിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിൻ്റെ മെഷർ ആയിരിക്കും? ഇറിവേഴ്സിബിലിറ്റിയാണ്. എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് എനർജി അല്ല, പ്രഷർ അല്ല, വോളിയം അല്ല, എന്തായിരിക്കും? ഇറിവേഴ്സിബിലിറ്റി, പെട്ടെന്നുണ്ടാകുന്നതാണ്, ഡിസോർഡറിൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ ഇറിവേഴ്സിബിലിറ്റി ആയിരിക്കും എൻട്രോപ്പിയുടെ മെഷർ എന്ന് പറയുന്നത്. എ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ, ഒരു പ്രോസസ്സിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കോ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ യാതൊരുവിധ ഹീറ്റ് ട്രാൻസ്ഫറും നടക്കുന്നില്ല എങ്കിൽ ആ പ്രോസസ്സ് ഐസോതെർമൽ ആണോ, അഡിയാബാറ്റിക് ആണോ, ഐസോബാറിക് ആണോ, ഐസോകോറിക്? ഐസോതെർമൽ മീൻസ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, ഐസോബാറിക് മീൻസ് പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഐസോകോറിക് മീൻസ് എന്താണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്. അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നോ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്. അപ്പോൾ കൃത്യമായിട്ട് ഏതായിരിക്കും? ഇറ്റ് ഈസ് എൻ അഡിയാബാറ്റിക് പ്രോസസ്. വാട്ട് ഈസ് ദ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ഫോർ ഐഡിയൽ ഗ്യാസ്? ഒരു ഐഡിയൽ ഗ്യാസിന്റെ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എത്രയാണ്? 0, പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഇൻഫിനിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്? ഒരു ഐഡിയൽ ഗ്യാസിന്റെ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് 0, പോസിറ്റീവ്, നെഗറ്റീവ്, ഇൻഫിനിറ്റി. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? 0. ഇറ്റ് ഈസ് 0. ദെൻ കാർനോട്ട് സൈക്കിൾ, കാർനോട്ട് സൈക്കിളിൽ എത്ര പ്രോസസ്സുകളാണുള്ളത്? 4 പ്രോസസ്സ് ഉണ്ട് നമുക്കറിയാം അല്ലേ? ഏതൊക്കെ പ്രോസസ്സാണ്? 2 ഐസോതെർമൽ ആൻഡ് 2 അഡിയാബാറ്റിക് ആണോ? 4 ഐസോതെർമൽ പ്രോസസ് ആണോ? 4 അഡിയാബാറ്റിക് പ്രോസസ് ആണോ? 2 ഐസോബാറിക്കും 2 ഐസോകോറിക്കും പ്രോസസ് ആണോ? ഈ കാർനോട്ട് സൈക്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് പിസ്റ്റൺ ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യണം, ഒരു സൈക്കിളിൽ വളരെ സ്ലോ സ്പീഡ്, ഇൻഫിനിറ്റ്ലി സ്ലോ സ്പീഡിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം നടക്കുന്നത് തെർമൽ അഡിയാബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ രണ്ടാമത് നടക്കുന്ന ഐസോതെർമൽ കംപ്രഷനാണ്. പിന്നെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് നടക്കുന്നതെങ്കിൽ പിന്നെ ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അതായത് അഡിയാബാറ്റിക് നടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഐസോതെർമൽ എന്ന് പറയുമ്പോഴത്തേക്ക് പിസ്റ്റൺ ഹൈ സ്പീഡിൽ പോകണം. ഹൈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഹൈ സ്പീഡിൽ പോകില്ല. അഡിയാബാറ്റിക് മീൻസ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് ആണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഐസോതെർമൽ നടക്കണം. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകരുത്, ആ രീതിയിൽ നടക്കണം. അപ്പോൾ പിസ്റ്റൺ ഇൻഫിനിറ്റ്ലി സ്ലോ സ്പീഡിൽ പോകണം. ഐസോതെർമൽ നടക്കണമെങ്കിൽ ഇൻഫിനിറ്റ്ലി സ്ലോ സ്പീഡ്, നല്ല ചെറിയ സ്പീഡിൽ പോയാൽ മാത്രമേ ഐസോതെർമൽ കംപ്രഷനോ എക്സ്പാൻഷനോ നടക്കൂ. പിസ്റ്റൺ നല്ല സ്പീഡിൽ പോയാൽ മാത്രമേ ഈ അഡിയാബാറ്റിക് പ്രോസസ് നടക്കൂ. അതുകൊണ്ട് തന്നെ കാർനോട്ട് സൈക്കിൾ പ്രാക്ടിക്കലി പോസിബിൾ ആകുന്ന സൈക്കിൾ അല്ല, ഒരു ഐഡിയൽ സൈക്കിൾ മാത്രമാണ്.
അപ്പം കാർനോട്ട് സൈക്കിളിലുള്ളത് 2 പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ 2 ഐസോതെർമലും എന്തുമായിരിക്കും, 2 അഡിയബാറ്റിക് പ്രോസസ് ആയിരിക്കും. കാരണം ഐസോതെർമൽ പ്രോസസ് നടക്കുമ്പോൾ പിസ്റ്റൺ ഇൻഫിനിറ്റ്ലി സ്ലോ സ്പീഡിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. കാരണം ഫ്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല, ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അഡിയബാറ്റിക് പ്രോസസ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഹൈ സ്പീഡ് ഓപ്പറേഷനിൽ എന്ത് ചെയ്യണം, പിസ്റ്റൺ മൂവ് ചെയ്യണം. ഐസോതെർമൽ മീൻസ് എന്താ, നമ്മൾ പതുക്കെ നടക്കണമെന്ന് പറഞ്ഞതിന് കാരണം ഫ്രിക്ഷൻ അല്ല അവിടുത്തെ യഥാർത്ഥ കാരണം പതുക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഹീറ്റ് അവിടെ ടെമ്പറേച്ചറിന് എന്തുണ്ടാകത്തില്ല, ചേഞ്ച് ഉണ്ടാകത്തില്ല. അപ്പം ഐസോതെർമൽ പ്രോസസ്സ് നടക്കണം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ചെയ്യണം. അപ്പോൾ അതിന് പിസ്റ്റൺ ഇൻഫിനിറ്റ്ലി സ്ലോ സ്പീഡിൽ മൂവ് ചെയ്യണം. അഡിയബാറ്റിക് പ്രോസസ്സ് ഹൈ സ്പീഡിൽ നടക്കണം. അപ്പോൾ ഈ 2 പ്രോസസ്സുകൾ ഒറ്റ സൈക്കിൾ നടക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു കാർനോട്ട് സൈക്കിൾ ഐഡിയൽ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു സൈക്കിൾ ഏതാണ്, കാർനോട്ട് സൈക്കിൾ. ദ വർക്ക് ഡൺ ഇൻ ത്രോട്ട്ലിംഗ് പ്രോസസ്, ഒരു ത്രോട്ട്ലിംഗ് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്തായിരിക്കും, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ, അൺഡിഫൈൻഡ് എന്തായിരിക്കും. ഒരു ത്രോട്ട്ലിംഗ് പ്രോസസ് മീൻസ് എക്സ്പാൻഷൻ പ്രോസസ് ആണ്. അപ്പോൾ ഒരു ത്രോട്ട്ലിംഗ് പ്രോസസ്സിലെ വർക്ക് ഡൺ എപ്പോഴും 0 ആണ്. വർക്ക് ഡൺ ഇൻ എ ത്രോട്ട്ലിംഗ് പ്രോസസ് എപ്പോഴും എന്തായിരിക്കും, 0 ആണ്. അവിടെ വർക്ക് ഡൺ ഇല്ല, പ്രഷറിനുണ്ടാകുന്ന ചേഞ്ച് ആണ്. മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഡിപ്പെൻഡ്സ് ഓൺ, ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് എഞ്ചിൻ പറഞ്ഞതാണ്, ഒരു എഞ്ചിൻ ഇവിടെ ഉണ്ട്, ഒരു സോഴ്സ് കാണും, അതുപോലെ ഒരു സിങ്ക് കാണും. സോഴ്സിലെ ടെമ്പറേച്ചർ T1ഉം സിങ്കിലെ ടെമ്പറേച്ചർ T2 എന്ന് വിചാരിക്കുക. Q1 എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തു, W എമൗണ്ട് ഓഫ് വർക്ക് നമുക്ക് തന്നു, Q2 എമൗണ്ട് എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഇവിടെ ഔട്ട്പുട്ട് Q1 മൈനസ് Q2 എന്നാണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ആരാണ് ഇവിടെ, Q1 മൈനസ് Q2. ഇൻപുട്ട് ആരാണ്, Q1. ഇത് ടെമ്പറേച്ചറുമായിട്ട് ചെയ്താൽ എങ്ങനെ എഴുതാം, Q1 മൈനസ് Q2നെ T1 മൈനസ് T2 ബൈ എന്നെന്ന് എഴുതാം, T1 എഴുതരുതോ. അപ്പം നോക്കിയേ, മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഈ ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞാൽ ഹോട്ട് ബോഡി ടെമ്പറേച്ചർ ആണ്. T1 ഹോട്ട് ബോഡി ആയിട്ട് എടുക്കാം, T2 കോൾഡ് ബോഡി ടെമ്പറേച്ചർ ആണ്. അപ്പം ഈ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഹോട്ട് ബോഡിയുടെ ഹൈ ടെമ്പറേച്ചർ കുറച്ചാൽ എഫിഷ്യൻസി എന്ത് ചെയ്യും, കൂടും അല്ലേ. അപ്പോൾ ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണോ എഫിഷ്യൻസിയെ തീരുമാനിക്കുന്നത്, കംപ്രഷൻ റേഷ്യോ ആണോ, ടെമ്പറേച്ചർ ഓഫ് ദ റിസർവർ. കാരണം ഈ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്താൽ T1ന്റെ T2ന്റെ വിലകൾ തമ്മിൽ മാറിയാൽ എന്തിനെ അഫക്റ്റ് ചെയ്യും, ഹീറ്റ് എഞ്ചിനുടെ എഫിഷ്യൻസിയെ അഫക്റ്റ് ചെയ്യത്തില്ലേ. സോ സിലിണ്ടർ മെറ്റീരിയൽ ഈ 4 ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർക്കിംഗ് സബ്സ്റ്റൻസ് ആണോ, കംപ്രഷൻ റേഷ്യോ ആണോ, ടെമ്പറേച്ചർ ഓഫ് ദ റിസർവെയർ ആണോ, സിലിണ്ടർ മെറ്റീരിയൽ ആണോ, ഏതായിരിക്കും കറക്റ്റ്, ടെമ്പറേച്ചർ ഓഫ് റിസർവെയർ. 13th, which function is defined U plus PV. U എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ എനർജി അല്ലേ. U എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ്. PV പ്രഷർ വോളിയം വർക്കാണ്. PV പ്രഷർ വോളിയം വർക്കാണ് PV എന്ന് പറയുന്നത്. അപ്പം ഇന്റേണൽ എനർജിയും പ്രഷർ വോളിയം എനർജിയും കൂടെ സം എന്ന് പറയുന്നത് അതെന്തായിരിക്കും, ദറ്റ് ഈസ് കോൾഡ് എൻതാൽപി. എൻതാൽപി ഇസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം വർക്ക്. ഇന്റേണൽ എനർജി അല്ല, ഇന്റേണൽ എനർജി U മാത്രമാണ്. എൻട്രോപ്പി അല്ല, എൻട്രോപ്പി ഡിസോർഡറിൻ്റെ സിസ്റ്റമാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് S എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഗിബ്സ് ഫംഗ്ഷൻ അല്ല, ഗിബ്സ് ഹെൽമോൾട്ട് ഫംഗ്ഷൻ G, അതും ഇതല്ല. ഏതാണ് വിച്ച് ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ U plus PV, ദാറ്റ് ഈസ് എൻതാൽപി. കറക്റ്റ് ആൻസർ ഈസ് വാട്ട്, എൻതാൽപി. Then inversion temperature in a Joule-Thomson effect is the temperature at which. എന്താണ് ഇൻവേഷൻ, ഒരു ജൂൾ തോംസൺ എഫക്റ്റിലെ ഇൻവേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ is the temperature at which, ഏത് സമയത്തുള്ള ടെമ്പറേച്ചർ ആണ്. എൻതാൽപി 0 ആകുമ്പോൾ വർക്ക് ബിക്കം 0, ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ചേഞ്ചസ് സൈൻ, പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ, ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ചേഞ്ചസ് സൈൻ. അപ്പം ഇൻവേഷൻ ടെമ്പറേച്ചർ ഇൻ എ Joule-Thomson coefficient, Joule-Thomson effect is the temperature at which enthalpy 0 ആകുമ്പോഴുള്ളതാണോ, വർക്ക് ബിക്കം 0 ആണോ, Joule-Thomson coefficient ചേഞ്ചസ് സൈൻ, പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ആദ്യത്തെ രണ്ടും അല്ല, ലാസ്റ്റ് വണ്ണും അല്ല, തേർഡ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്, Joule-Thomson coefficient ചേഞ്ചസ് സൈൻ. 15th one, in an ideal auto cycle. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനിൽ ഉള്ള സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. ഇൻ ആൻ ഐഡിയൽ ഓട്ടോ സൈക്കിൾ ദ കംപ്രഷൻ റേഷ്യോ ഇൻക്രീസസ്. എഫിഷ്യൻസി, കംപ്രഷൻ റേഷ്യോ കൂടിയാൽ, ഓട്ടോ സൈക്കിളിൽ കംപ്രഷൻ റേഷ്യോ കൂടിയാൽ എഫിഷ്യൻസി കുറയും, എഫിഷ്യൻസി റിമെയിൻ സെയിം, എഫിഷ്യൻസി കൂടും, വർക്ക് ഔട്ട്പുട്ട് ബിക്കം 0.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐഡിയൽ ഓട്ടോ സൈക്കിളാണ്. ഓട്ടോ സൈക്കിളിൽ കംപ്രഷൻ റേഷ്യോ കൂടിയാൽ എഫിഷ്യൻസിയും കൂടും. കംപ്രഷൻ റേഷ്യോയും കൂടിയാൽ എന്ത് കൂടും? എഫിഷ്യൻസിയും കൂടും. കംപ്രഷൻ റേഷ്യോ ഇൻക്രീസസ്, എഫിഷ്യൻസി ആൾസോ ഇൻക്രീസസ്. 16ാമത്തെ ചോദ്യം, അവൈലബിലിറ്റി ഫംഗ്ഷൻ. അവൈലബിലിറ്റി, അപ്പോൾ രണ്ട് ടൈപ്പ് എനർജി ഉണ്ട്, അവൈലബിൾ എനർജിയും അൺഅവൈലബിൾ എനർജിയും. നമുക്ക് കിട്ടുന്ന എനർജി നമുക്ക് യൂസ്ഫുൾ വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവൈലബിൾ എനർജി എന്ന് പറയും. നമുക്ക് വർക്കാക്കി മാറ്റാൻ പറ്റാത്ത എനർജി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അൺഅവൈലബിൾ എനർജി എന്ന് പറയും. സോ അവൈലബിലിറ്റി ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു മെഷർ വാട്ട്? പ്രഷർ ലോസ്, ഹീറ്റ് റിജക്ഷൻ, യൂസ്ഫുൾ വർക്ക് പൊട്ടൻഷ്യൽ, വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്തിനായിരിക്കും റെപ്രസെന്റ്? അവൈലബിൾ എനർജി എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞു, യൂസ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന വർക്കിന്റെ മെഷർമെന്റ് ആണ്. അൺഅവൈലബിൾ എനർജി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആകുന്നതിൻ്റെയാണ്. അപ്പം അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്തിനായിരിക്കും മെഷർ ചെയ്യുന്നത്? പ്രഷർ ലോസിനെയാണോ? അല്ല. ഹീറ്റ് റിജക്ഷനെ ആണോ? അല്ല. യൂസ്ഫുൾ വർക്ക് പൊട്ടൻഷ്യൽ ആണോ? അതെ, യൂസ്ഫുൾ വർക്ക് പൊട്ടൻഷ്യൽ. വോളിയം എക്സ്പാൻഷൻ ആണോ? അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് വാട്ട്? യൂസ്ഫുൾ വർക്ക് പൊട്ടൻഷ്യൽ. 17th one. Third law of thermodynamics states that. എന്താണ് third law of thermodynamics പറയുന്നത്? Entropy of a pure crystal at 0 Kelvin is 0. Absolute zero ടെമ്പറേച്ചറിൽ എൻട്രോപ്പി 0 ആയിരിക്കും. ടെമ്പറേച്ചർ കനോട്ട് ബി മെഷർ. ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നില്ല. വർക്ക് ആൻഡ് ഹീറ്റ് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. തിരിച്ചറിയാൻ കഴിയാത്ത വിധമാകും. ഓൾ എനർജി ഈസ് യൂസബിൾ. എല്ലാ എനർജിയും നമുക്ക് യൂസബിൾ ആയിരിക്കും. കൃത്യമുള്ളത് ഏതാണ് കൃത്യം? അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എൻട്രോപ്പി ഓഫ് എ പ്യുവർ ക്രിസ്റ്റൽ എന്തായിരിക്കും? 0. സോ എൻട്രോപ്പി ഓഫ് എ പ്യുവർ ക്രിസ്റ്റൽ അറ്റ് 0 Kelvin ഈസ് 0. ദാറ്റ് ഈസ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഫംഗ്ഷൻ? ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, പോയിന്റും ഉണ്ട്, പാത്തും ഉണ്ട്. പോയിന്റ് ഇത്രയും നോക്കിയാൽ മതി, ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും. ഹീറ്റ് ഇനിഷ്യലും ഫൈനലും ഇല്ല, അതൊരു പാത്ത് ഫംഗ്ഷനാണ്. വർക്ക് പാത്ത് ഫംഗ്ഷനാണ്. എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ഏതാണ്? അതിന് ഇനിഷ്യലും ഉണ്ട്, ഫൈനലും ഉണ്ട്, ഓൾ ഓഫ് ദ എബോവ്. ഇത് എല്ലാം പോയിന്റ് ഫംഗ്ഷൻ ആണെന്ന്. അപ്പം ഇതിലേതാ കറക്റ്റ് ആൻസർ? എൻട്രോപ്പിയാണ്. ഹീറ്റ് വർക്ക് എല്ലാം പാത്ത് ഫംഗ്ഷനാണ്, എൻട്രോപ്പി ഒരു പോയിന്റ് ഫംഗ്ഷനാണ്. അപ്പോൾ എൻട്രോപ്പി ഒരു പ്രോപ്പർട്ടിയാണ്. ഡാൾട്ടൺ, അപ്പം പോയിന്റ് ഫംഗ്ഷൻ ആകുന്ന എല്ലാം പ്രോപ്പർട്ടി ആയിരിക്കും. ടെമ്പറേച്ചർ ഒരു പ്രോപ്പർട്ടിയാണ്, പ്രഷർ ഒരു പ്രോപ്പർട്ടിയാണ്, വോളിയം ഒരു പ്രോപ്പർട്ടിയാണ്. ഡാൾട്ടൺസ് ലോ ഈസ് ആപ്ലിക്കബിൾ. ഡാൾട്ടൺ ലോ ആർക്കാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ലിക്വിഡ് മിക്സ്ചേഴ്സിനാണോ, റിയൽ ഗ്യാസിനാണോ, ഐഡിയൽ ഗ്യാസ് മിക്സ്ചേഴ്സിനാണോ? നൺ ഓഫ് ദ എബോവ്. ഡാൾട്ടൺ ലോ, പാർഷ്യൽ പ്രഷർ, ഇവയൊക്കെ ആപ്ലിക്കബിൾ ആകുന്നത് ഏത് കൺസെപ്റ്റിലാണ്? ഐഡിയൽ ഗ്യാസ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. സോ ഡാൾട്ടൺസ് ലോ എല്ലാം ആപ്ലിക്കബിൾ ആകുന്നത് ഏത് ഗ്യാസിനായിരിക്കും? ഐഡിയൽ ഗ്യാസ് മിക്സ്ചേഴ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആകൂ. 20th question. Specific heat at constant pressure. കോൺസ്റ്റന്റ് പ്രഷറിലുള്ള സ്പെസിഫിക് ഹീറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? CP. കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ അത് എന്തായിരിക്കും? CV. CP ആൻഡ് CV. നമ്മൾ ഗാമ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ CP ആൻഡ് CV. അഡയബാറ്റിക് ഇൻഡെക്സ്. ഗാമ മീൻസ് അഡയബാറ്റിക് ഇൻഡെക്സ് ആണ്. അത് റേഷ്യോ ബിറ്റ്വീൻ എന്തായിരിക്കും? CP ആൻഡ് CV. അതുപോലെ ഡിഫറൻസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു വാട്ട്? R. CP minus CV is equal to R, ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് കറക്റ്റ് ഓപ്ഷൻ ഈ CP. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CV. ഇത് എന്തായിരിക്കും? ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് R. അത് CP minus CV. ഗാമ അഡയബാറ്റിക് ഇൻഡെക്സ് ആണ്, അത് CP by CV. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആറിന് പല ഇക്വേഷൻ ഉണ്ടാക്കാം. CP minus CV is equal to R ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് CP is equal to എന്തെന്ന് എഴുതാം? ഗാമ CV എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗാമ CV മൈനസ് CV is equal to എന്ത് വരും? 6. അപ്പോൾ 6 നമുക്ക് ഗാമയുടെ ടേംസിൽ എഴുതാം. എന്താ? CV ഇൻറ്റു ഗാമ മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു CP ബൈ CV ആണ്. അതുപോലെ CP മൈനസ് CV ഈസ് ഈക്വൽ ടു R ആണ്. അപ്പോൾ ഇതിൽ പല റിലേഷനുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇട്ടുകൊടുത്ത് എഴുതാനായിട്ട് പറ്റും. But specific heat at constant pressure is CP. The Clapeyron equation relates what? Temperature and entropy, pressure, temperature and specific volume, volume and energy, heat and work. Clapeyron equation ഇതിനെ ഏതിനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ടെമ്പറേച്ചറും എൻട്രോപ്പിയും ആണോ, പ്രഷർ ടെമ്പറേച്ചർ സ്പെസിഫിക് വോളിയം ആണോ,
വോളിയം ആൻഡ് എനർജി ആണോ, ഹീറ്റ് ആൻഡ് വർക്ക് ആണോ? ഹീറ്റ് ആൻഡ് വർക്ക് അല്ല, ടെമ്പറേച്ചർ എൻട്രോപ്പി അല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും സ്പെസിഫിക് വോളിയം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്, ക്ലാപ്പിയോൺ ഇക്വേഷൻ. Then 22nd question, the gas constant for a mixture of gas. ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസിന്റെ ഗ്യാസ് കോൺസ്റ്റന്റ് എന്തായിരിക്കും? സം ഓഫ് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് കമ്പോണൻറ്റ്സ്, വെയ്റ്റഡ് ആവറേജ്, സെയിം ആസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, നൺ ഓഫ് ദിസ്. ഗ്യാസ് കോൺസ്റ്റന്റ് ഫോർ എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ഒരിക്കലും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് സെയിം അല്ല. അതുപോലെ സം ഓഫ് ദ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. നമ്മൾ ഏതേ എടുക്കത്തുള്ളൂ? വെയ്റ്റഡ് ആവറേജ്. അപ്പം ഗ്യാസ് കോൺസ്റ്റന്റ് ഫോർ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്, എല്ലാ കമ്പോണന്റിന്റെ ഗ്യാസ് കോൺസ്റ്റന്റ് സം എടുത്താൽ പറ്റില്ല. അതുപോലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എടുത്താലും പറ്റില്ല. എന്തെടുക്കണം? വെയ്റ്റഡ് ആവറേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ഹാസ് ദ ഹയസ്റ്റ് എഫിഷ്യൻസി ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ? ഒരേ കംപ്രഷൻ റേഷ്യോയിൽ ഈ പറയുന്ന ഏത് സൈക്കിളിലാണ് എഫിഷ്യൻസി കൂടുതലുള്ളത്? ഡീസൽ സൈക്കിൾ, ഡ്യുവൽ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, റാങ്കൈൻ സൈക്കിൾ. സെയിം കംപ്രഷൻ റേഷ്യോ വരുമ്പോൾ അത് ഓട്ടോ സൈക്കിളാണ്. സെയിം കംപ്രഷൻ റേഷ്യോയിൽ ഈ പറയുന്ന 4 സൈക്കിളുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈ എഫിഷ്യൻസി കാണിക്കുന്നത് ആരായിരിക്കും? ഓട്ടോ സൈക്കിളാണ്. ദെൻ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇൻ എ പ്രോസസ് ഈസ് ഗിവൺ ബൈ വാട്ട്? ഒരു ഐഡിയൽ ഗ്യാസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഒരു ഐഡിയൽ ഗ്യാസിന് nRT into ln V2 by V1, mCp into T2 minus T1, mCv into T2 minus T1, none of the above. ഇതിൽ ഏതാണ് ഐഡിയൽ ഗ്യാസിൻ്റെ ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് വോളിയമാണ്. പ്രഷർ എടുക്കരുത്. എൻതാൽപ്പി എന്ന് വരുമ്പോൾ സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷർ എടുക്കുക. അപ്പോൾ nRT into ln V2 by V1 എന്തായാലും അല്ല. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഈ രണ്ടെണ്ണമാണ്, mCp into T2 minus T1 ഉം mCv into T2 minus T1 ഉം. എൻതാൽപ്പി ആണെങ്കിൽ CP എടുക്കുക, mCp into T2 minus T1. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. അപ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? കോൺസ്റ്റന്റ് വോളിയമാണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് വാട്ട്? സി, mCv into T2 minus T1. The last question, Maxwell relation are derived from. Maxwell relation എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണോ, സെക്കൻഡ് ലോ ആണോ, ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ആണോ, ഗിബ്സ് ആൻഡ് ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ ആണോ? അപ്പം ഫസ്റ്റ് ലോയും അല്ല സെക്കൻഡ് ലോയും അല്ല. മാക്സ്വൽ റിലേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗിബ്സ് ആൻഡ് ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ലോ എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് ലോ എന്ന് പറയാൻ പറ്റില്ല, ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ എന്ന് പറയാൻ പറ്റില്ല. അവിടെ വരുന്ന ഏതാണ്? ഗിബ്സ് ആൻഡ് ഹെൽമോൾട്ട്സ് ഫംഗ്ഷനിൽ നിന്നാണ് മാക്സ്വൽ റിലേഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.